നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാനഡയിലെ ജൂലൈ 2025 വലിയ വിദ്യാഭ്യാസ മാറ്റം കുറിച്ചാണ്. കാനഡ സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനമനുസരിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് PGWP ലഭിക്കുന്നതിനുള്ള പഠനവിഷയങ്ങളിലെ ഫീൽഡ്സ് ഓഫ് സ്റ്റഡി യോഗ്യതയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് PGWP? PGWP എന്നത് കാനഡയിൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് 3 വർഷം വരെ ജോലി ചെയ്യാനാവശ്യമുള്ള വർക്ക് പെർമിറ്റ് ആണ്. ഇത് കനേഡിയൻ PR പെർമനന്റ് റെസിഡൻസി ന്റെ പ്രധാന പാതയാണ്. പഠനാനുഭവത്തിനൊപ്പം കനേഡിയൻ ജോബ് എക്സ്പീരിയൻസ് നേടാനും ഇത് സഹായിക്കുന്നു. ജൂലൈ 2025 മേജർ അപ്ഡേറ്റ്. ജൂലൈ 4, 2025 കാനഡ സർക്കാരിന്റെ പുതിയ PGWP എലിജിബിലിറ്റി അപ്ഡേറ്റ് പ്രകാരം 2026 വരെ ചില പഠനവിഷയങ്ങൾ വീണ്ടും അർഹതാ പട്ടികയിൽ എലിജിബിൾ ലിസ്റ്റ് ഉൾപ്പെടുത്തി. ഈ ഫീൽഡ്സ് ജൂൺ 25, 2025 എലിജിബിലിറ്റി ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരുന്നുവെങ്കിലും വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. ഇത് എന്താണെന്ന് മനസ്സിലാക്കാം. ജൂൺ 25, 2025 178 ഫീൽഡ്സ് എലിജിബിൾ ലിസ്റ്റ് -സ്വരചിഹ്നം ഇയിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. അതിനുശേഷം ജൂലൈ 4, 119 പുതിയ ഫീൽഡ്സ് എലിജിബിൾ ആയി ചേർത്തു. ജൂൺ 25 മുതൽ ജൂലൈ 4 വരെ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ സമർപ്പിച്ചവർ എലിജിബിൾ ആകും. അതായത് നിങ്ങൾക്ക് PGWP ലഭിക്കും. CIP കോഡ് എന്താണ്? CIP കോഡ് എന്നത് IRCC ഉപയോഗിക്കുന്ന ഒരു 6-ഡിജിറ്റ് കോഡാണ്. പഠനപരിപാടികൾ വായികരിക്കാൻ ഉപയോഗിക്കുന്നു. PGWP എലിജിബിലിറ്റി പരിശോധിക്കാൻ നിങ്ങൾ പഠിക്കുന്ന DLI ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ വെബ്സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡ CIP കാറ്റലോഗിൽ നിന്നും നിങ്ങളുടെ കോഴ്സിന്റെ CIP കോഡ് കണ്ടെത്താവുന്നതാണ്. നിങ്ങളുടെ PGWP എലിജിബിലിറ്റി ഉറപ്പാക്കാൻ നിങ്ങളുടെ CIP കോഡ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. എലിജിബിലിറ്റി റൂൾ സിംപ്ലിഫൈഡ്. PGWP ലഭിക്കാൻ നിങ്ങളുടെ CIP കോഡ് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഇത് സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ സമർപ്പിച്ച സമയത്ത് അല്ലെങ്കിൽ PGWP ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത്. ഇത് രണ്ടിലെയും ഏതെങ്കിലും ഒറ്റ സമയത്ത് കോഡ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ മതിയാകും. അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഫീൽഡ് ഓഫ് സ്റ്റഡി എലിജിബിലിറ്റി ആവശ്യമില്ല. ഇവർക്കു PGWP കിട്ടാൻ ഫീൽഡ് ഓഫ് സ്റ്റഡി റെലവൻസ് ആവശ്യമില്ല. 1. PGWP ആപ്ലിക്കേഷൻ നവംബർ 1, 2024 മുമ്പ് സമർപ്പിച്ചവർ. 2. ഫ്ലൈറ്റ് സ്കൂൾ PGWP എലിജിബിൾ ആയതിൽ നിന്ന് ഗ്രാജുവേറ്റ്സ്. 3. ബാച്ചുലർ മാസ്റ്റർ PhD ഗ്രാജുവേറ്റ്സ്. 4. സ്റ്റഡി പെർമിറ്റ് നവംബർ 1, 2024 മുമ്പ് സമർപ്പിച്ചവർ. 2025 കാനഡയിലെ PGWP എലിജിബിലിറ്റി അപ്ഡേറ്റ് പല വിദ്യാർത്ഥികൾക്കും വലിയ ആശ്വാസമാകുന്നു. പിന്നീട് എലിജിബിലിറ്റി ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ കോഴ്സ് നെയിം നീക്കപ്പെട്ടാലും നിങ്ങൾ മുമ്പ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PGWP ലഭിക്കും. അതിനാൽ തന്നെ സ്റ്റഡി പെർമിറ്റ് ആപ്ലിക്കേഷൻ ASAP സമർപ്പിക്കുക. എലിജിബിലിറ്റി ലിസ്റ്റ് പിന്തുടരുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ. നിങ്ങളുടെ കോഴ്സ് CIP കോഡ് എലിജിബിൾ ആണോ എന്നത് പരിശോധിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ലിങ്കുകൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. സ്റ്റഡി ഇൻ കാനഡ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യൂ. യൂറോപ്പ് വാർത്താ വിഷൻ.